ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ്. മിക്സിയുടെ ജാറിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ള കേക്കാണ്. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ ഐക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എങ്ങനെയാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ടിന്നൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ബട്ടർ പേപ്പർ ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ബട്ടർ പേപ്പർ കിട്ടും. ബട്ടർ പേപ്പർ കയ്യിലില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ബട്ടർ പേപ്പർ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ അതേ ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ സൈഡിലൊക്കെ ആയിട്ടൊന്ന് ഗ്രീസ് ചെയ്യണം. ഒരുപാട് ഓവറായിട്ട് ഓയിൽ തേച്ചാൽ കേക്കിൻ്റെ സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് പോവും. അപ്പോൾ ഒരുപാട് അങ്ങ് ഓവറായിട്ട് തേക്കാണ്ട് അല്പം തേച്ചിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമ്മൾ നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമാണ്. ഒട്ടും തന്നെ നനവ് പാടില്ല. അതിൻ്റെ അടപ്പും നല്ല നനവില്ലാത്തത് തന്നെ എടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട തണുപ്പില്ലാത്ത മുട്ട തന്നെ എടുക്കണം കേട്ടോ. തണുത്ത മുട്ടയാണെങ്കിൽ നമ്മുടെ കേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി നല്ല പോലെ വരത്തില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തത് ഞാൻ വാനില എസൻസ് അല്ല ചേർക്കുന്നത്, പകരം ഞാൻ പട്ടയാണ് ചേർക്കുന്നത്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും വാനില എസൻസ് കാണണമെന്നില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് പട്ട ചേർക്കുന്നുണ്ട്. പട്ട മാത്രം പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഒരു നുള്ള് പട്ടയുടെ പൊടി ചേർത്താൽ എല്ലാ കേക്കിലും നിങ്ങൾക്ക് വാനില എസൻസിന് പകരമായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി ഇത് ഇത്രയും കൂടിയിട്ട് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. അതുപോലെ കുറച്ച് വിനാഗിരി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ വിനാഗിരി കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. വിനാഗിരി കൂടി ചേർത്താൽ മുട്ടയുടെ മണം ഒന്നും വരത്തില്ല. അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളിത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് അളവിൽ അരിപ്പൊടി കൂടിയിട്ട് ചേർത്തിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല. ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് എടുക്കാം. ഒരുപാടിട്ട് ഓവർ മിക്സ് ചെയ്യാതെ ഞാൻ ഈ മിക്സ് ചെയ്യുന്ന പോലെ ചെയ്യാം കേട്ടോ. അതായത് ഫോൾഡ് ആൻഡ് കട്ട് മെത്തേഡ് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ഒന്ന് ചുറ്റിച്ചിട്ട് ഇതുപോലെ നടുക്കുന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്ന പോലെ താഴോട്ടാക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേ കേക്ക് ബാറ്റർ റെഡിയായി. ഓവറായിട്ട് നമുക്കിനി ഇളക്കി കൊടുക്കണ്ട. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ടിന്നിലേക്ക് നമുക്ക് ഈ ഒരു കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട് വിട്ട് പോയിട്ടുണ്ട്. മറക്കാണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്താൽ ആ ഒരു റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എഴുതിയിരിക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ബാറ്റർ ഒന്ന് 3-4 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ടൈം ഇട്ട് ഇതുപോലെ ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഒരു ഇഡ്ഡലി സ്റ്റീമർ എടുത്തിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു തട്ടിട്ട് കൊടുത്തു കേട്ടോ. ഇനി ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഇറക്കി വയ്ക്കാം. പ്രീ ഹീറ്റ് എന്ന് വെച്ചാൽ 1 മിനിറ്റ് ഒന്ന് ചൂടാക്കുക, എന്നിട്ട് ഇത് ഇറക്കി വെക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം നമുക്കൊരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. 30 മിനിറ്റിൽ തന്നെ നമ്മുടെ കേക്ക് ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ബേക്ക് ആവും കേട്ടോ. പെട്ടെന്ന്. കാരണം നമ്മുടെ ഇഡ്ഡലി സ്റ്റീമർ നല്ല അലൂമിനിയം ആയതുകൊണ്ട് പെട്ടെന്ന് ആ ചൂട് കെട്ടിയിട്ട് ബേക്ക് ആവുന്നതാണ്. അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണ്. ഇനി നമുക്ക് ഈ സൈഡൊക്കെ വിട്ട് കേക്ക് പുറത്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ അങ്ങ് മാറ്റി കൊടുക്കാം. ബട്ടർ പേപ്പർ ഇട്ടാലുള്ള ഗുണം എന്ന് വെച്ചാൽ ആ കേക്ക് അതിൽ ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വിട്ട് കിട്ടും ടിന്നിൽ നിന്നും. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ ഇട്ടങ്ങ് ശീലമായി. അപ്പോൾ എനിക്കിപ്പം അതില്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യുന്ന ആ ഒരു വീഡിയോ കൂടിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പിസ്തയും ബദാമും കൂടിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. കപ്പലണ്ടിയോ എന്താണെങ്കിലും മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്താൽ കുറച്ചുകൂടി കാണാനൊരു ഭംഗി കിട്ടുമല്ലോ. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ
സൂപ്പർ കേക്കാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ചായക്ക് പറ്റിയിട്ടുള്ളൊരു കിഡിലൻ ഐറ്റമാണ്. മാത്രമല്ല ഹെൽത്തിയാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം പ്ലീസ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് പറ്റുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കണം. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ സുമീസ് വ്ളോഗ് ചാനലിൽ ഞാൻ അടിപൊളി ഒരു റെസിപ്പി ഇടുന്നുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഞാൻ ബിസ്ക്കറ്റാണ് ശരിക്കും അതിൽ ചെയ്തത്. പക്ഷെ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന സെയിം നാങ്കട്ടയുടെ ടേസ്റ്റ് ആയിരുന്നു അതിന്. അത് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന 1-2 ചേരുവകൾ മാത്രം മതി അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വീഡിയോ മറക്കാണ്ട് എല്ലാവരും കാണുക. ഉച്ചയ്ക്ക് ഒരു 1-1:30 മണിയോടെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.